ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും വളരെ ജെല്ലിയുമായിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്, സ്നോ പുഡിംഗ്. നമുക്ക് നമ്മുടെ ഡിന്നർ പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഐറ്റം കൂടിയാണിത്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നോ പുഡിംഗ് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ലിറ്ററോളം ഫുൾ ഫാറ്റ് ക്രീം മിൽക്കാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് 3 ടേബിൾ സ്പൂണോളം കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ ആണ്. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ഫ്ലേവറിന് വേണ്ടി കുറച്ച് വാനില എസൻസ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നമുക്കുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലേവർ കിട്ടും. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. ആദ്യം തന്നെ നമുക്ക് പാലിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കോൺഫ്ലവർ പാലിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണുള്ള വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് സെമി സോൾഡ് കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ടി പിടിക്കും. നല്ലതുപോലെ നമുക്ക് ഇളക്കി ഇതൊന്ന് സെമി സോൾഡ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മുടെ പാലൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ പാലൊന്ന് ചൂടായി വരട്ടെ. പാലിവിടെ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ബട്ടറൊക്കെ ഉരുകി നല്ലതുപോലെ മെൽറ്റായി ഒരു സെമി കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ പാല് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെ നേരം ടൈമൊന്നും നമ്മൾ എടുക്കില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗള് കുറച്ച് നെയ്യ് ഒഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ സ്നോ പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ സ്നോ പുഡിംഗ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ജെല്ലിയായ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ.